ലോകരാജ്യങ്ങൾ അമേരിക്കയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണം ട്രംപ് പിടിച്ചെടുക്കുമോ? അല്ലെങ്കിൽ അത്തരത്തിൽ സ്വർണം മടക്കി കൊടുക്കാതിരിക്കാൻ ട്രംപ് യുദ്ധപ്രഖ്യാപനം നടത്തുമോ? ട്രംപിൻ്റെ ഒരു സ്വഭാവം വെച്ച് പരിഗണിക്കുമ്പോൾ അത്തരം ആശങ്ക തള്ളിക്കളയാനാകില്ല. ഏതായാലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത്തരം ആശങ്ക ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. നെതർലാൻഡ്സും ഇറ്റലിയും അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ നിന്ന് അവരുടെ കരുതൽ സ്വർണ്ണ ശേഖരം പിൻവലിച്ചത്. ജർമ്മനിയും ഇപ്പോൾ അത്തരത്തിലുള്ളൊരു നിലപാടിലേക്കാണ് പോകുന്നത്. അമേരിക്ക അവരുടെ നയവും അവരുടെ സമീപനവുമെല്ലാം മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് കരുതൽ സ്വർണ്ണ ശേഖരം പിൻവലിക്കണം എന്നുള്ളതാണ് ജർമ്മനിയുടെ നിലപാട്. അപ്പോൾ ഇത്തരത്തിൽ സ്വർണം മടക്കി കൊടുക്കാതിരിക്കാൻ ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന് എന്ന തരത്തിൽ ട്രംപ് യുദ്ധാന്തരീക്ഷം ബോധപൂർവം സൃഷ്ടിക്കുകയാണോ? രണ്ടാം ലോക മഹായുദ്ധം, പിന്നാലെ വന്ന ശീതയുദ്ധം തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിത സ്ഥാനം എന്ന പരിഗണനയിൽ വിവിധ രാജ്യങ്ങൾ അവരവരുടെ കരുതൽ സ്വർണ്ണ ശേഖരം അമേരിക്കയിലേക്ക് മാറ്റിയത്. ലോകത്തെ ഏറ്റവും സുരക്ഷിത നിക്ഷേപമായി കരുതപ്പെടുന്നതും സ്വർണമാണ്. ഇത്തരത്തിൽ അമേരിക്കയുടെ ആകെ സ്വർണ്ണ ശേഖരം 8133 മെട്രിക് ടൺ വരും. ഇതിൽ നേരെ പകുതി ഏകദേശം 4582 മെട്രിക് ടൺ കെൻടക്കിയിലെ ഫോർട്ട് നോക്സ് നിലവറയിലും ബാക്കിയുള്ളവ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിലും ഡെൻവർ മിന്റിലും വെസ്റ്റ് പോയിന്റ് മിന്റിലുമാണ്. ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളും ഭീകരാക്രമണങ്ങളും ചെറുക്കാൻ പര്യാപ്തമായ രീതിയിലാണ് അമേരിക്കയിൽ ഓരോ നിലവറകളും സജ്ജീകരിച്ചിരിക്കുന്നത്. ഫോർട്ട് നോക്സ് എന്ന കെൻടക്കിയിലെ നിലവറയ്ക്ക് 22 ടൺ ഭാരമുള്ള കവാടവും നിരവധി അറകളുള്ള സംരക്ഷണ ഭിത്തിയും സെൻസറുകളും സദാസമയം സൈനിക കാവലും ഉണ്ട്. ഉക്രൈൻ അധിനിവേശം, വെനസ്വലയ്ക്കെതിരെയുള്ള സൈനിക നടപടി, അതോടൊപ്പം തന്നെ ഗ്രീൻലാൻഡിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന നിർദ്ദിഷ്ട സൈനിക പദ്ധതി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമായി അകലാനായിട്ട് കാരണങ്ങൾ നിരവധിയാണ്. അതോടൊപ്പം സഖ്യരാജ്യങ്ങൾക്കെതിരെ പോലും താരിഫ് പ്രഖ്യാപിക്കാൻ മടിക്കാത്ത ആളുകൂടിയാണ് ട്രംപ്. ഇതോടുകൂടിയാണ് ജർമ്മനി അമേരിക്കയിലുള്ള അവരുടെ കരുതൽ സ്വർണ്ണ ശേഖരം പൂർണ്ണമായി പിൻവലിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഇതിനായി നടപടി തുടങ്ങിയെങ്കിലും പുതിയ സാഹചര്യത്തിൽ ഈ നീക്കം വേഗത്തിലാക്കിയിട്ടുണ്ട്. ജർമ്മനിയുടെ കരുതൽ സ്വർണ്ണ ശേഖരത്തിൽ 37% അമേരിക്കയിലാണ്. ഏകദേശം 1236 ടൺ വരും ഇത്. 2013-2017 കാലയളവിൽ ഇതിൽ 300 ടൺ ജർമ്മനിയിലേക്ക് മടക്കി കൊണ്ടുവന്നിരുന്നു. രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണി പരിഗണിച്ചാണ് ജർമ്മനി സ്വർണ്ണ നിക്ഷേപം അമേരിക്കയിലേക്ക് മാറ്റിയത്. ട്രംപിന്റെ ഭരണകാലത്ത് തങ്ങളുടെ സ്വർണം അമേരിക്കയിൽ സൂക്ഷിക്കുന്നത് അപകടകരമാണെന്ന് ജർമ്മനി വിലയിരുത്തുന്നു. 2023 റഷ്യയുടെ 300 ബില്യൺ മൂല്യം കണക്കാക്കുന്ന സ്വർണവും വിദേശ നിക്ഷേപവും അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് മരവിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ ട്രംപ് തൻ്റെ രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിനെതിരെ പരസ്യ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തെ സാമ്പത്തിക നില തകിടം മറിക്കുന്നതിന് കാരണം ഫെഡറൽ റിസർവിൻ്റെ നയങ്ങളാണെന്ന് പറഞ്ഞ ട്രംപ് പലിശ നിശ്ചയിക്കുന്ന കാര്യത്തിൽ തൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഫെഡറൽ റിസർവ് അധ്യക്ഷനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിവിധ രാജ്യങ്ങൾ അമേരിക്കയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന സ്വർണം പരസ്പരം കൂടിക്കലരാൻ അനുവദിക്കാതെയാണ് സൂക്ഷിക്കുന്നത്. കാരണം മാറ്റിലുള്ള വ്യത്യാസം സ്വർണത്തിൻ്റെ മൂല്യത്തെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം. ഓരോ രാജ്യങ്ങൾക്കും സൗജന്യമായിട്ടാണ് അമേരിക്ക ഈ സേവനം നൽകുന്നത്. എന്നാൽ വിദേശ വിനിമയത്തിൻ്റെ ഭാഗമായി ഓരോ രാജ്യത്തിൻ്റെയും സ്വർണ്ണ നിക്ഷേപം മറ്റൊരു രാജ്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് അവസരമുണ്ട്. പക്ഷേ ഇതിന് നിർദ്ദിഷ്ട ഫീസ് അമേരിക്കയ്ക്ക് നൽകണം. നിർദ്ദിഷ്ട വലിപ്പത്തിലും തൂക്കത്തിലുമുള്ള കട്ടികളായാണ് സ്വർണം അമേരിക്കയിൽ സൂക്ഷിക്കപ്പെടുന്നത്. 36 രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ അമേരിക്കയിൽ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നതിനാൽ ഇത്തരം ഇടപാടുകൾ വളരെ എളുപ്പത്തിൽ നടത്താനാകും. അതേസമയം അമേരിക്കയിലുള്ള അതത് രാജ്യങ്ങളുടെ സ്വർണം നേരിൽ കണ്ട് പരിശോധന നടത്തി ബോധ്യപ്പെടാൻ അതത് രാജ്യങ്ങൾക്ക് അനുമതിയില്ല. ജർമ്മൻ സംഘം ഇതിനായി മുൻപ് ശ്രമം നടത്തിയെങ്കിലും അനുമതി നൽകിയില്ല. ജർമ്മനി അമേരിക്കയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണത്തിൽ ഏതാണ്ട് 300 ടണ്ണോളം സ്വർണം മടക്കി എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചില തിരിമറികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ജർമ്മനി ആരോപിക്കുന്നത്. കാരണം പഴയ സ്വർണത്തിൻ്റെ സീരിയൽ നമ്പർ അല്ല പുതുതായി കിട്ടിയിരിക്കുന്ന സ്വർണ്ണക്കട്ടിയിലുള്ളത്, അത് പുതിയതായി ഉരുക്കിയതാണ് എന്നുള്ളതാണ് ആക്ഷേപം. അതായത് അതത് രാജ്യങ്ങൾ അമേരിക്കയിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണ്ണക്കട്ടികളിൽ പലതും അമേരിക്ക അവരുടെ ആവശ്യാർത്ഥം എടുത്ത് വിനിയോഗിച്ചിട്ടുണ്ടെന്ന് വ്യക്തം.
പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയിലെ അവരുടെ കരുതൽ ശേഖരം പിൻവലിക്കാൻ നടപടിയെടുക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ജർമ്മനി മാത്രം അവരുടെ മുഴുവൻ സ്വർണവും തിരികെ ആവശ്യപ്പെട്ടാൽ അമേരിക്കയ്ക്ക് അത് തിരികെ നൽകാനായി ടൺ കണക്കിന് സ്വർണം വിപണിയിൽ നിന്ന് വാങ്ങേണ്ടി വരും. ഇത് സ്വർണ്ണ വിപണിയിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. അമേരിക്കൻ ഡോളറിന്റെ വിലയിലും ചാഞ്ചാട്ടമുണ്ടാകും. ഈ നീക്കം തടയുന്നതിന് വിവിധ വൻകരകളിൽ യുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അമേരിക്ക ബോധപൂർവം ശ്രമിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം കരുതൽ ശേഖരമുള്ള ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ചൈന, സ്വിറ്റ്സർലൻഡ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ഒന്നുകിൽ അമേരിക്കയിലോ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലോ ആണ് സ്വർണം സൂക്ഷിക്കുന്നത്. ഇത്തരത്തിൽ 200 മെട്രിക് ടൺ സ്വർണം ഇന്ത്യ 2 തവണയായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് പിൻവലിച്ചിരുന്നു. ജർമ്മനിയെ കൂടാതെ ഫ്രാൻസും ഇറ്റലിയും അമേരിക്കയിൽ നിന്ന് സ്വർണം തിരികെ ആവശ്യപ്പെടുന്നുണ്ട്. ഇറ്റലിയുടെ സ്വർണ്ണ കരുതൽ ശേഖരത്തിൽ 43% അമേരിക്കയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. യൂറോപ്യൻ ടാക്സ് പേയേഴ്സ് അസോസിയേഷൻ യൂറോപ്യൻ രാജ്യങ്ങൾ അവരവരുടെ വിദേശ സ്വർണ്ണ നിക്ഷേപമടക്കം ഓഡിറ്റിന് വിധേയമാക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ യൂറോപ്പിലെ പല ഭരണകർത്താക്കളും ജനപ്രതിനിധികളും അമേരിക്കയിൽ നിന്ന് സ്വർണ്ണ നിക്ഷേപം പൂർണ്ണമായി പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്നവരാണ്. അതിന് കാരണം ട്രംപിന്റെ നയങ്ങൾ യൂറോപ്പിന്റെ സാമ്പത്തിക പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്.